തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശിയായ വിമൽ കുമാറിന്റെ വിയോഗം സോഷ്യൽ മീഡിയയിലെ പരസ്യ വിചാരണകൾ സൃഷ്ടിക്കുന്ന ഭീകരമായ പ്രത്യാഘാതങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. KSRTC ബസ്സിനുള്ളിൽ വെച്ച് വനിതാ അഭിഭാഷകയെ ലൈംഗികമായി ശല്യം ചെയ്തു എന്ന പരാതിക്ക് പിന്നാലെയാണ് വിമൽ കുമാറിനെ വർക്കലയിലെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 11-ാം തീയതി ആറ്റിങ്ങലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടെ വിമൽ കുമാർ മോശമായി പെരുമാറിയെന്നായിരുന്നു അഭിഭാഷകയുടെ പരാതി. ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം അവർ പോലീസിനെ സമീപിക്കുകയും മംഗലാപുരം പോലീസ് കേസെടുക്കുകയും ചെയ്തു. എന്നാൽ നിയമപരമായ നടപടികൾ പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും വിമൽ കുമാർ കടുത്ത സൈബർ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്തു. പോലീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് വർക്കലയിലെ ലോഡ്ജിൽ വിമൽ കുമാർ മുറിയെടുത്തത്. ഏറെ നേരമായിട്ടും മുറി തുറക്കാത്തതിനെ തുടർന്ന് ലോഡ്ജ് അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വാതിൽ തുറന്നപ്പോൾ കട്ടിലിൽ മരിച്ച നിലയിലാണ് ഇയാളെ കണ്ടെത്തിയത്. സോഷ്യൽ മീഡിയയിലൂടെ ദൃശ്യങ്ങൾ പ്രചരിച്ചതും തുടർന്നുണ്ടായ പരസ്യ വിചാരണയും വിമൽ കുമാറിനെ കടുത്ത മാനസിക വിഷമത്തിലാക്കിയിരുന്നുവെന്ന് ബന്ധുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നുമാണ് കുടുംബത്തിന്റെ നിലപാട്. സത്യം എന്തെന്ന് കോടതി വിധിക്ക് മുൻപേ സോഷ്യൽ മീഡിയ വിധി നടപ്പിലാക്കുന്ന പ്രവണത ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇത്തരത്തിൽ പരസ്യ വിചാരണയെ തുടർന്ന് ജീവനൊടുക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് വിമൽ കുമാർ. നേരത്തെ കോഴിക്കോട് സ്വദേശിയായ ദീപക് എന്ന യുവാവും സമാനമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തിരുന്നു. ഒരു വ്യക്തിയുടെ കുറ്റം തെളിയുന്നതിന് മുൻപേ അയാളെയും കുടുംബത്തെയും സമൂഹ മാധ്യമത്തിൽ ക്രൂശിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്നത് ഈ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.